ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതാ പൊന്മുടിയിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊന്മുടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ചട്നി മാമിയിലൊക്കെ കയറി ബാഹുബലി ദോശയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഒരു മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഹൈപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മളുടെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നമ്മളുടെ വീഡിയോ കാണുന്നത്. നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ നോക്കി കാണാനായിട്ട് പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതാ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു പൊന്മുടിയിലേക്ക് പോകാം എന്നുള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് അടുത്താണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മളതും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം എന്തായാലും നമ്മൾ ഈ ഒരു തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ള ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളിതാ ഏകദേശമൊക്കെ പൊന്മുടി അടുക്കാറായിട്ടുണ്ട്. അവിടെ നല്ല നല്ല കാഴ്ചകളായിരുന്നു, നല്ല മലകളും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ. അപ്പോൾ അതാ നമ്മൾ പൊന്മുടിയിൽ എത്തിയിട്ട് അവിടുന്ന് ആ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആണ് നമ്മൾ പോണത്. അപ്പോൾ വിചാരിച്ചു നമ്മളിതാ തൊട്ടടുത്ത് എത്താറായെന്ന്. പക്ഷേ അവിടുന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. കുറേ നമ്മുടെ ഒരു എന്താ പറയുക, വളവും തിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കയറി പോവുകയാണ് മലയുടെ മുകളിലേക്ക്. പോകുമ്പോൾ നമ്മളിതാ കുറേ കാടിൻ്റെ ഉള്ളിൽ കൂടിയും അങ്ങനെ ഒക്കെ പോയിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് എത്തുന്നത്. എന്തായാലും കാണാനുള്ള കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ ഒരു മൂന്നാർ യാത്രയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെയായിരുന്നു മലയും കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എത്തും നമ്മൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ എത്തണമൊന്നുമില്ല. ദൂരെ നിന്നൊരു മല കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മലയുടെ മുകളിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ വണ്ടികളും സ്കൂട്ടറിൻ്റെ മുകളിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടേക്ക് നമ്മുടെ KSRTC ബസ്സും പോകുന്നുണ്ട് കേട്ടോ. അവിടെ ആൾക്കാരെ കൊണ്ട് ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞതുപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ നേരെ കാണുന്ന ആ മലയുണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയപ്പോൾ ഒരുപാട് വണ്ടികളും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടേക്ക് എത്താറാവുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണവൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. മഞ്ഞൊക്കെ ഇങ്ങനെ വരണ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അതാ നേരെ മരമുകളിൽ കയറി അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് നോക്കാനുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് കയറാൻ വയ്യ കേട്ടോ. കുറച്ച് ദൂരം നടന്ന് കയറിയിട്ട് പിന്നെ വയ്യ. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് കുറച്ച് നേരം ഇവിടേക്ക് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലോട്ടൊന്നും കയറിപ്പോയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോവാം കേട്ടോ. ഒരുപാട് സ്ഥലമാണുള്ളത്. എവിടെ പോയാലും നല്ല അതിമനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിതാ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള സംഭവങ്ങൾ, അതായത് സ്നാക്സ്, ബിസ്ക്കറ്റ്, നമ്മൾ ചക്ക വറുത്തുണ്ടായിരുന്നല്ലോ, അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നല്ല വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതാ അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്.
അങ്ങനെ നമ്മളിതാ പൊന്മുടിയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് പോന്നു. നല്ലൊരു ഹോട്ടലിൽ തപ്പി നടക്കുക തന്നെയായിരുന്നു കേട്ടോ. സമയമൊക്കെ ഒരുപാടായിട്ടുണ്ടായിരുന്നു. ഒരു 5 മണി 6 മണിക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാണ്ട് വിശന്നൊരു വിധമായി. അങ്ങനെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ കുറേ നാളായി പറയണം അവന് മറ്റേ ചിക്കൻ ടിക്കയോ അങ്ങനെ എന്തോ സംഭവമുണ്ട്, അത് വേണമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഹോട്ടലൊക്കെ നോക്കി അവിടെ കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവന് പറ്റിയിട്ടുള്ളതാ അൽഫാം വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവന് കുറേ നാളായി പറയണു അൽഫാം വേണമെന്ന്. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു മന്തി ഓർഡർ ചെയ്തു. അവനിത് അൽഫാമും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പിന്നെ ഇതൊന്നും കഴിക്കില്ലല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ആ ഒരു സമയം നേരം വൈകിയതും വണ്ടിയിൽ നിന്ന് യാത്രയൊക്കെ ആയിട്ട് ഗ്യാസിൻ്റെ ചെറിയൊരു പ്രോബ്ലമൊക്കെ വന്നിട്ട് എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് ശരിയാവില്ല എന്നൊക്കെ തോന്നിയിട്ട് ആണ് നമുക്കുള്ള ആ ഒരു സ്പ്രൈറ്റ് മേടിച്ച് തന്നിട്ട് അവർ. അപ്പോൾ ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഷേക്ക് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ പോണത് ആ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ. നമ്മൾ ചാല മാർക്കറ്റിലേക്കാണ് പോണത്. കുറച്ച് പാത്രങ്ങൾ മാറ്റി വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്തതായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.